പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ഒക്ടോബർ മാസം 13 തിങ്കളാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? ഓർത്ത് നോക്കിക്കേ, എത്ര അത്ഭുതകരമായിട്ടാണ് കർത്താവ് നമ്മളെ നടത്തിയത് കഴിഞ്ഞ പകൽക്കാലം. ഓർക്കുമ്പോൾ നന്ദിയല്ലാതെ നമുക്ക് പറയുവാൻ എന്താ ഉള്ളത്? ഓർത്ത് നോക്കി കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ്, കർത്താവേ, കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ നടത്തിയ വിധങ്ങൾക്കായി സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നതിന് കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ രാവിലെ എഴുന്നേൽപ്പിച്ചതിന് കർത്താവെ അങ്ങേക്ക് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. കരങ്ങളെ ഉയർത്തി എന്ന് പറഞ്ഞാട്ട്, യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. ഒരിക്കലൂടെ പറഞ്ഞ്, യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. കർത്താവിൻ്റെ വൻ കൃപകൾക്കായിട്ട് സ്തോത്രം, കർത്താവിൻ്റെ വൻ കൃപകൾക്കായിട്ട് സ്തോത്രം, കർത്താവിൻ്റെ വൻ കൃപകൾക്കായിട്ട്, കർത്താവിൻ്റെ വൻ കൃപകൾക്കായിട്ട് സ്തോത്രം, കർത്താവിൻ്റെ വൻ കൃപകൾക്കായിട്ട് സ്തോത്രം. ഓരോ നാളും നമ്മളെ പരിപാലിക്കുന്ന വിധങ്ങളെ ഓർത്ത് നമുക്ക് കർത്താവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യാം. കർത്താവിൻ്റെ വൻ കൃപകളെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്ന കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഇന്ന് പകൽക്കാലം തന്നെ മക്കൾക്ക് വേണ്ടി മഹാത്ഭുതങ്ങളെ ചെയ്യുന്ന കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ആമേൻ. യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. 136 സങ്കീർത്തനം അതല്ലേ പറയുന്നത്? ആമേൻ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, കർത്താവ് നല്ലവനല്ലോ, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. ദൈവാദി ദൈവത്തിന് സ്തോത്രം ചെയ്യുവീൻ, കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളത്. കർത്താവിന് സ്തോത്രം ചെയ്യുവീൻ, കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനെ കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളത്. അതിൻ്റെ 23 വാക്യം പറയുന്നു, എൻ്റെ താഴ്ചയിൽ നമ്മളെ ഓർത്തവനെ അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്. നമ്മുടെ വൈരിയുടെ കയ്യിൽ നമ്മളെ വിടുവിച്ചവനെ അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്. സകല ജഡത്തിനും ആഹാരം കൊടുക്കുന്നവനെ അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്. എല്ലാവരും ചേർന്ന് പറഞ്ഞ്, സ്വർഗസ്ഥനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുവീൻ, കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളത്. പിതാവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. കുഞ്ഞുങ്ങളുണ്ടാകാം, പ്രായമുള്ളവരുണ്ടാകാം, ചെറുപ്പക്കാരുണ്ടാകാം, എല്ലാവരെയും ഒരുപോലെ അങ്ങയുടെ പൊന്നുകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ, നസറേനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടട്ടെ. എല്ലാവരുടെയും ഉള്ളിൽ ആത്മശക്തി തിളച്ചും അറിയട്ടെ. പുതുകൃപകൾ എല്ലാവരും ഇന്ന് പകൽക്കാലം പ്രാപിക്കട്ടെ. പുതുബലത്താൽ എല്ലാവരും നിറയപ്പെടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്നവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ശരീരം മുഴുവൻ ചൊറിഞ്ഞ് ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർ ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അലർജിയുടെ സ്പിരിറ്റ് യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോട്ടെ. നാളുകളായുള്ള ശ്വാസം മുട്ടൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. ശ്വാസം മുട്ടൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. അതുപോലെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, വയറിനകത്തുള്ള അൾസറുകൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ക്യാൻസർ സെല്ലുകൾ നിർജീവമായി പോകട്ടെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. എല്ലാ ക്യാൻസർ രോഗികളും ഇപ്പോൾ നസറേനായ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അടുത്ത സ്കാനിങ്ങിൽ അവരുടെ ശരീരത്തിൽ ക്യാൻസർ സെല്ലുകൾ ഇല്ല എന്ന റിപ്പോർട്ട് യേശുവിൻ്റെ നാമത്തിൽ വരുന്നതിനായിട്ട് കർത്താവിന് സ്തോത്രം. എല്ലാ ക്യാൻസർ സെല്ലുകളും നിർജീവമായി നശിച്ചു പോകട്ടെ. കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തി ഇന്ന് പകൽക്കാലം നടക്കുന്നതിനായിട്ട് സ്തോത്രം. ഇപ്പോൾ തന്നെ കർത്താവെ, സാമ്പത്തികമായ ആവശ്യങ്ങൾ അങ്ങയുടെ അത്ഭുതം നടക്കട്ടെ. ജോലിയില്ലാത്തവർക്ക് വേണ്ടി കർത്താവ് വഴികൾ തുറക്കണം. ബിസിനസ് ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ബിസിനസ്സിനകത്ത് ക്ഷീണങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ ബിസിനസ്സിനകത്ത് ഒരു എഴുന്നേൽപ്പുണ്ടാകട്ടെ, അവൈക്കനിങ് ഉണ്ടാകട്ടെ. ബിസിനസ്സിനകത്ത് അവൈക്കനിങ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ വലിയ മഹിമ തൻ്റെ കുഞ്ഞുങ്ങൾ എല്ലായിടത്തും കാണുവാൻ സഹായിക്കണം. കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ലോകവ്യാപകമായി കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം, മാനിക്കണം, ആദരിക്കണം, അത്ഭുതം ചെയ്യണം. പ്രത്യേകിച്ച് ഇന്ന് വൈകിട്ട് നടക്കുവാനുള്ള നമ്മുടെ സ്പെഷ്യൽ മീറ്റിങ്ങിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വലിയ മഹത്വം ഇന്നത്തെ മീറ്റിങ്ങിൽ വ്യാപരിക്കുന്നതിനായിട്ട് സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി ഇന്നത്തെ മീറ്റിങ്ങിൽ ആളിക്കത്തണം. വചനത്തിൻ്റെ വെളിപ്പാടുകൾ തരണം. കടന്നു വരുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെടുവാൻ ഇടവരണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. സകല മഹത്വം പുകച്ച അപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ,
ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. പ്രത്യേകിച്ച് കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം 9:30 ആകുമ്പോൾ നമ്മുടെ സ്പെഷ്യൽ ഓൺലൈൻ മീറ്റിംഗ് ആരംഭിക്കും. എല്ലാവരും അതിൽ പങ്കാളികളാകുക. പ്രത്യേകിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും അത്യാവശ്യമായ പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ അയയ്ക്കുക. മാത്രമല്ല, കർത്താവ് കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ അറിയിച്ചാൽ ഷോർട്ട് മെസ്സേജുകളായിട്ടിട്ട് നമുക്കത് ഒരുമിച്ച് കർത്താവിന് സ്തോത്രം പറയാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്നലെ നമ്മൾ കേട്ടത് പ്രിപ്പയർ യുവർ സെൽഫ്, അല്ലെങ്കിൽ ഗെറ്റ് റെഡി ഫോർ, യേശുവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുക എന്നതായിരുന്നു ഇന്നലെ നമ്മൾ കേട്ടത്. ഇന്ന് വീണ്ടും അതിനോടുള്ള ബന്ധത്തിൽ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ ഇത് ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ട് വാഴും. ഒന്നുകൂടെ വായിച്ച് കേൾപ്പിക്കാം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. ഇത് ഒന്നാമത്തെ പുനരുദ്ധാനം. അപ്പം നമ്മൾ ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അപ്പോൾ അവിടെ പറയുന്നു, ക്രിസ്തീയ ജീവിതമെന്ന് പറയുന്നത് ന്യായവിധിയിൽ നിന്നുള്ള ഒരു രക്ഷപ്പെടൽ മാത്രമല്ല. ആമേൻ. മഹത്വത്തിനായിട്ട് ആമേൻ കർത്താവിനോടുകൂടെ വാഴുവാനായിട്ടുള്ള ഒരു പ്രിപ്പറേഷനും അല്ലെങ്കിൽ ഒരു ഒരുക്കം കൂടെയായി. ഈ വെളിപ്പാട് 20-ന്റെ 6 നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഒരു വിശ്വാസിയുടെ ഭാവിയെക്കുറിച്ച്, ഒരു പ്രോഫറ്റിക്കൽ ഡെസ്റ്റിനിയെക്കുറിച്ച് വിശ്വാസിക്ക് ബോധ്യം വരുത്തുക. ആമേൻ. അവരെ വിശ്വാസി എന്താ ചെയ്യുന്നത്? യേശു ക്രിസ്തുവിനോടുകൂടെ ആമേൻ 1000 ആണ്ടുള്ള വാഴ്ചയ്ക്ക് വേണ്ടിയാണ് ഒരു ദൈവവൈതലിനെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ദ പ്രോമിസ്, ആദ്യത്തെ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നാമത്തെ പുനരുദ്ധാനം. എന്താണ് ഒന്നാമത്തെ പുനരുദ്ധാനം എന്ന് പറയുന്നത്? നമ്മൾ 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായത്തിൽ കർത്താവ് താൻ ഗംഭീരനാദത്തോടും ആമേൻ പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും എന്ന് തുടങ്ങുന്ന ആ വാക്യം നമുക്ക് എല്ലാവർക്കും നല്ല സുപരിചിതമായ വാക്യമാണ്. ആ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ ആമേൻ അവിടെ കാണുന്ന ആ ഭാഗം, അതായത് കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും എന്നുള്ള ആ ഭാഗം നമ്മൾ വായിക്കുന്നു. ഇതാണ് ഒന്നാമത്തെ പുനരുദ്ധാനം. ഹല്ലേലൂയ. അവരെക്കുറിച്ച് പറയുന്നത്, അവർ വെളിപ്പാട് പുസ്തകം 20-ന്റെ 6 പറയുന്നത് അവർ വിശുദ്ധരും ആരുമാണ്? അവർ ഭാഗ്യവാനും വിശുദ്ധനും, അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം, അവരെ ബ്ലെസ്സഡ് ആൻഡ് ഹോളി, അനുഗ്രഹിക്കപ്പെട്ടവരും വിശുദ്ധരുമായവരാണ്. ഇതാണ് യേശുവിനെ നമ്മൾ കർത്താവായി ഏറ്റുപറഞ്ഞ് യേശുവിനോടുകൂടെ വിശ്വസ്തയോടുകൂടെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയൊരു പ്രതിഫലമാണ് കർത്താവിനോടുകൂടെ 1000 ആണ്ടുള്ള വാഴ്ച എന്ന് പറയുന്നത്. അതായത് 2 തീമോഥെയോസിന്റെ ലേഖനം 2-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നമ്മൾ അവനോടുകൂടെ സഹിച്ചാൽ അവനോടുകൂടെ വാഴുക തന്നെ ചെയ്യും. അവനോടുകൂടെ സഹിച്ചെങ്കിൽ മാത്രമേ നമുക്ക് വാഴുവാൻ പറ്റുകയുള്ളൂ. യേശുവിനെ കർത്താവായി സ്വീകരിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാകുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു സഭയിൽ പോകുന്നുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാകുന്നില്ല. ആമേൻ. നമ്മൾ വിശ്വസ്തയോടെ കൂടെ കർത്താവിന് വേണ്ടി കൂടെ ഈ ഭൂമിയിൽ വെച്ച് ജീവിക്കണം. ആമേൻ. നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു, അത് ശരിയാണ്. പക്ഷേ പലരും ആ നിത്യമായ ബോധ്യത്തിലല്ല ജീവിക്കുന്നത്. നിത്യതയിൽ നമുക്ക് ലഭിക്കാൻ പോകുന്നതായ ആ സ്വർഗീയ സന്തോഷത്തിനെ കണ്ടുകൊണ്ട് ഈ ലോകത്തിലുള്ളതെല്ലാം താൽക്കാലികമാണ്, അല്പകാലത്തേക്ക് മാത്രമുള്ളൂ. ഇതേത് സമയവും നമ്മുടെ കയ്യിൽ നിന്ന് മാറ്റപ്പെട്ടു പോകാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ നമുക്ക് സ്വർഗത്തിൽ ലഭിക്കുന്ന ഒരിക്കലും നഷ്ടപ്പെടാത്തതായ പദവികളാണ്. അതുകൊണ്ട് ഈ താൽക്കാലികമായ ലോകത്തിൽ താൽക്കാലികമായ സുഖങ്ങൾക്ക് വേണ്ടിയും താൽക്കാലികമായ റിവാർഡുകൾക്ക് വേണ്ടിയും നമ്മൾ ഒത്തിരി അങ്ങ് പരിശ്രമിക്കാതെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നിത്യതയെ കണ്ടുകൊണ്ട് ജീവിക്കണം. നമുക്ക് ലഭിക്കാൻ പോകുന്ന ആ സ്വർഗീയ അനുഭവങ്ങൾ, 1000 ആണ്ട് കർത്താവിനോടുകൂടെ വാഴുവാൻ. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ ചെറിയ കാര്യങ്ങളിലൊക്കെ വിശ്വസ്തരായതുകൊണ്ട് നിങ്ങളെ എന്ത് ചെയ്യും? അധികം പട്ടണങ്ങൾക്ക് ഞാൻ നിങ്ങളെ കാര്യസ്ഥരാക്കി മാറ്റും. അപ്പം ഈ ഭൂമിയിൽ നമ്മൾ കർത്താവിനോടുകൂടെ നടക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നതും കർത്താവിന് വേണ്ടി കർത്താവിൻ്റെ സുവിശേഷം മറ്റുള്ളവരോട് അറിയിക്കുന്നതും കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി നമ്മൾ ത്യാഗങ്ങൾ സഹിക്കുന്നതുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രതിഫലത്തിന് കാരണമാകും കേട്ടോ. നീതിമാന്മാർക്ക് നീതിയുടെ കിരീടമുണ്ട്. അത് ലഭിക്കുവാൻ കാരണമായി തീരും. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ വളരെ വളരെ ബോധ്യത്തോടെ ജീവിക്കണം. ഇനി എത്ര കാലം ഈ ഭൂമിയിലുണ്ടെന്ന് നമുക്കറിയത്തില്ല. കർത്താവിൻ്റെ വരവ് വളരെ അടുത്ത് നിൽക്കുമ്പോൾ ഓരോ ദിവസവും എനിക്ക് ലഭിക്കാൻ പോകുന്ന നിത്യമായ പദവിയെ കണ്ടുകൊണ്ട്
ആ നിത്യമായ സന്തോഷത്തെ കണ്ടുകൊണ്ട് വേണം നമ്മൾ ജീവിക്കുവാൻ. ഇവിടെ നമ്മൾ പറഞ്ഞു രണ്ടാം മരണത്തിന് നമ്മുടെ മേൽ അധികാരമില്ല. അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. ഒന്നാം പുനരുദ്ധാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു, അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. എന്താണ് രണ്ടാം മരണം? ആമേൻ. അതായത് ദൈവത്തിൽ നിന്നും എന്നേക്കുമായി ഒരു വേർപെടലാണ്. സെക്കൻഡ് ഡെത്ത് മീൻസ് ഇറ്റേണൽ സെപ്പറേഷൻ ഫ്രം ഗോഡ്. ദൈവത്തിൽ നിന്നും എന്നേക്കുമായുള്ള വേർപെടലാണ്. അപ്പം യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് മേടിക്കപ്പെട്ട് യേശുക്രിസ്തുവിനായിട്ട് ഉള്ള ദൈവമക്കളായ നമ്മൾ ഒരിക്കലും രണ്ടാം മരണത്തിൽ പങ്കാളികളായി തീരത്തില്ല. അത് നമ്മളെ വിട്ടുപോയിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് ആ ബോധ്യം വേണം. എന്താണ്? ആമേൻ. കർത്താവ് തൻ്റെ സഭയെ ഒരുക്കുകയാണ്, തൻ്റെ മണവാട്ടിയെ ഒരുക്കുകയാണ്. എന്തിനാ? ആ യുഗം യേശുവിനോടുകൂടെ നമ്മൾ അവനോടുകൂടെ ഒരുമിച്ച് വാഴുവാൻ, ആമേൻ, ഇളക്കമില്ലാത്ത രാജ്യത്തിൽ, ആമേൻ, നമ്മൾ അവനോടുകൂടെ വാഴുവാനായിട്ട് കർത്താവ് നമ്മളെ പ്രിപ്പയർ ചെയ്യുക. അതുകൊണ്ട് പ്രിപ്പയർ യുവർ സെൽഫ്. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ആ ഒരു ബോധ്യത്തോടു കൂടെ വേണം ജീവിക്കുവാൻ. നമ്മളെപ്പോഴും ചിന്തിക്കണം, കർത്താവേ, എനിക്ക് ആ ഒരു ബോധ്യമുണ്ടോ? അതോ ഞാൻ ഈ താൽക്കാലികമായ ലൗകിക സുഖങ്ങളെയാണോ കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത്? അതോ നിത്യമായി ലഭിക്കാൻ പോകുന്ന ആ സന്തോഷത്തെയാണോ ഞാൻ എപ്പോഴും ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത്? ഏതിനു വേണ്ടിയാണ് ഞാൻ ഓടുന്നത്? ഞാൻ രാവിലെ മുതൽ പരക്കം പാഞ്ഞ് ഓടി നടക്കുന്നത് ഈ താൽക്കാലിക ലോകത്തിൽ, നമുക്ക് ഒരു ഉറപ്പുമില്ലാത്ത ഈ ലോകത്തിലെ സുഖസൗകര്യങ്ങൾ പുറകെയാണോ? അതോ കർത്താവ് എനിക്ക് ഒരുക്കുന്ന ആ നിത്യമായ സന്തോഷത്തിൽ പങ്കാളിയാകാൻ വേണ്ടിയാണോ? ഹല്ലേലൂയ. ഞാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ചെറിയ കാര്യങ്ങളിലൊക്കെ ഞാൻ ഫെയ്ത്ത്ഫുള്ളായിട്ട് കർത്താവിന് വേണ്ടി നിൽക്കുന്നുണ്ടോ? ആമേൻ. ഞാൻ എന്നും ഒരു നിത്യതയെക്കുറിച്ചുള്ള ബോധ്യത്തിലാണോ ജീവിക്കുന്നത്? അല്ല എന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ദൈവപൈതലെ, വിശ്വാസിയെ, ഇന്ന് മാനസാന്തരപ്പെടണം. കർത്താവിനോട് പറയണം, കർത്താവേ, എനിക്ക് ആ നിത്യതയെക്കുറിച്ചുള്ള ബോധ്യം തരണം. ഈ താൽക്കാലിക ലോകത്തിൽ ഓടി 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 വലഞ്ഞു വീണു പോകാനിട വരാതെ ഈ ലോകത്തിൽ എനിക്ക് ലഭിച്ചിരിക്കുന്നതായ ഈ സമയം വിശ്വസ്തയോടുകൂടെ കർത്താവിന് വേണ്ടി ഓടി, കർത്താവിനോടുകൂടെ ജീവിച്ച്, കർത്താവിന് പ്രസാദമുള്ളത് ചെയ്ത്, ആമേൻ, നിത്യമായ സന്തോഷം കണ്ടുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിപ്പാൻ എന്നെ സഹായിക്കണം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും നിത്യതയിൽ വലിയ സന്തോഷത്തിൽ പങ്കാളികളാകുവാൻ, 1000 ആണ്ട് വാഴ്ചയിൽ അങ്ങയോടുകൂടെ വാഴുന്നവരായി തീരുവാൻ കർത്താവ് സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആ വലിയ നിത്യതയുടെ ബോധ്യത്തെ വേണം ജീവിക്കാൻ, കേട്ടോ. ഈ ലോകത്തിൽ കിട്ടുന്നതും കാണുന്നതും ഇപ്പോഴുള്ളതും ഇനിയും കാണാൻ പോകുന്നതും എല്ലാം താൽക്കാലികമാണ്. പക്ഷേ ലഭിക്കുന്ന നിത്യതയാണ് യഥാർത്ഥമായിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ആ നിത്യമായ സമ്പാദ്യം ഉണ്ടാക്കിക്കൊണ്ട് ജീവിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽത്തരി പോലെയും അത്യന്തം വർദ്ധിച്ചു വരിക. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവേർഡ്. God bless you, God bless you, God bless you. ഡിവൈൻ വിസ്ഡം എന്ന് പറയുന്നത് നിത്യമായ ബോധ്യത്തിൽ ഭൂമിയിൽ ജീവിക്കുന്നതാണ്, കേട്ടോ. ദൈവം അനുഗ്രഹിക്കട്ടെ.